ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സിമ്പിളായിട്ട് നമുക്കൊരു അച്ചാറിട്ടാലോ? വിനാഗിരിയും അച്ചാർ പൊടിയും ഒന്നും നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല. ഇത് അമ്മയുടെ റെസിപ്പിയാണ്. ഒട്ടും സമയം കളയണ്ട, നമുക്കെന്നാൽ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇത് നീലമാങ്ങയാണ്. ഈ നീലമാങ്ങ കൊണ്ട് അച്ചാറിട്ടാൽ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് വെള്ളത്തിലൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് പറയുന്നത് നമ്മളത് അരിഞ്ഞെടുക്കുകയാണ്. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഇത് അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 3-4 മാങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത്രയും ചെറുതാക്കി അരിയാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടി കൂട്ടി മുറിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ തൽക്കാലം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം, എന്നിട്ട് ബാക്കി പരിപാടി നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് കായമാണ്. വീഡിയോയിൽ കാണുന്നത് പോലെ ഞാനൊരു ചെറിയ പീസാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് പൊടിച്ചു കൊടുക്കണം. പിന്നെ വേണ്ടത് നല്ലെണ്ണയാണ്. അപ്പോൾ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായതിന് ശേഷം ഒരു 2-3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് പൊട്ടണം. അത് പൊട്ടി കഴിയുമ്പോൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള കായ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ട് ചൂടാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണുള്ളത്. ഇനി അതിലേക്ക് ഒരു 2-3 ചുവന്ന മുളക് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതും ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഇപ്പോഴും ഫ്ലെയിം കത്തിച്ചിട്ടില്ല കേട്ടോ. ആ എണ്ണയുടെ ഒരു ചൂടിൽ തന്നെ അതൊന്ന് ചൂടായി കിട്ടിയാലും മതി. ഇനി അതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യം ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി ചില്ലിയാണ്. ഇതൊരു 3 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് എരിവിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് സാദാ മുളക് പൊടി, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ചെയ്യുമ്പോഴും ഫ്ലെയിം ഓൺ ചെയ്യണ്ട. ഈ ഒരു ചൂടിൽ തന്നെ ആ പൊടികളല്ലാതെ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. അങ്ങനെ നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ ഇടണം. അതിലാദ്യം നമ്മൾ ഇത്തിരി ഉപ്പിട്ടിട്ട് മിക്സ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഉണ്ടാക്കി വെച്ച കൂട്ടിലേക്ക് ഇതിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് മാങ്ങ ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് യോജിപ്പിച്ച് വെച്ചതാണ്. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ഒരു 2-3 ടേബിൾ സ്പൂണ് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ വിഷുവൊക്കെയല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും സദ്യക്ക് ഇതുണ്ടാക്കി നോക്കണം. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ശരി, ബൈ.